റോട്ടറി വൊക്കേഷൻ എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങി കേരള പോലീസിന്റെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം ടീം. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, ERSS ടീമിലെ സ്റ്റേറ്റ് കൺട്രോൾ ഇൻചാർജ് പോലീസ് ഇൻസ്പെക്ടർ സാബു BS നേതൃത്വത്തിലുള്ള 6 അംഗങ്ങൾക്ക് റോട്ടറി ക്ലബ് ഓഫ് ടെക്നോപാർക്ക് തിരുവനന്തപുരം ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡുകൾ കൈമാറി. ERSS നോഡൽ ഓഫീസർ മനോജ് എബ്രഹാം IPS, റോട്ടറി ക്ലബ് ഓഫ് ടെക്നോപാർക്ക് പ്രസിഡന്റ് ഹരീഷ് മോഹൻ, സെക്രട്ടറി മനു മാധവൻ, ഷാജു രവീന്ദ്രൻ നായർ, റോണി സെബാസ്റ്റ്യൻ എന്നിവരും പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ സാറ് വളരെയധികം ഇതിനകത്ത് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു നോഡൽ ഓഫീസർ ശ്രീ മനു എബ്രഹാം സാറ്, ADGP ഹെഡ്ക്വാർട്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ടൈം ടു ടൈം, പലപ്പോഴും രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല, അർദ്ധരാത്രിയൊക്കെ സാറിനെ വിളിച്ചാൽ സാറ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തരാറുണ്ട്. സാറിൻ്റെയൊക്കെ ഈ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനമാണ് ഈ പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത്. തന്നെ വളരെ നല്ല ഒരു പ്രോജക്റ്റാണ് ERSS എന്ന് പറയുന്നത്. ഇത് പബ്ലിക്കിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവകാശമാണത്. അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു അവകാശമാണ്. ഏത് സമയവും സ്ത്രീകളാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒരു കോൾ വിളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അവിടെ നിന്നുകൊണ്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോലീസ് എത്തുന്ന ഒരു സംവിധാനത്തിൽ നിങ്ങൾ എത്തുകയാണ്. കുട്ടികളായിരുന്നാലും അത് തന്നെ, സ്കൂളിലായിരുന്നാലും എവിടെയായിരുന്നാലും, സ്കൂളുകളിലൊക്കെ നിങ്ങൾ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിവൈസസ് ഒക്കെ വെക്കുന്നതിനുള്ള പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ പരിമിതികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റേ സാങ്കേതികമായ കാര്യങ്ങൾ ലഭ്യമാകുന്നതിലുള്ളതാണ്. നമ്മൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു എമർജൻസി സർവീസാണ്. ഇത് കളിക്കാനുള്ളൊരു സംഭവമല്ല. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ഒരുപാട് കോൾസ്, ആവശ്യമില്ലാത്ത കോൾസ്, വീട്ടിലെന്തെങ്കിലും സാധനം വേണമെങ്കിൽ വിളിച്ച് പറയുക, ഈ കോൾ ടേക്കേഴ്സിന് ആവശ്യമില്ലാതെ അവരോട് എന്തെങ്കിലും സംസാരിച്ച് സമയം കളയാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് നമ്മളിപ്പോൾ ഏത് മേഖലകളിലുള്ളതാണ്. അത് നിങ്ങൾ ഒഴിവാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു എമർജൻസിയാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കോ ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങൾ നമ്മളൊഴിവാക്കുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ആവശ്യമില്ലാത്തൊരു കോള് ഇതിനകത്ത് വരാനുള്ള സാഹചര്യം നമ്മളാരും ഉണ്ടാക്കരുത് എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും വേണ്ടൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഉന്നതരായ ആൾക്കാർ, VVIP കളെയൊക്കെ നമ്മൾ വധിച്ചു കളയും, ട്രെയിൻ തീ വയ്ക്കുന്നു, ഇങ്ങനെയൊക്കെ കുറേ കോൾസ് വരാറുണ്ട്. ഞങ്ങൾ 1 വർഷമായിട്ട് നമ്മൾ പുറകെ നടന്ന് മലപ്പുറം പോലീസിൻ്റെ, മലപ്പുറം SP കരീം സാറ്, കരീം IPS, അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്ക്വാഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 1 വർഷം കൊണ്ട് നമ്മൾ ട്രെയിനിൽ തീ വയ്ക്കും എന്ന് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ പിടിക്കുകയുണ്ടായി. കേരള പോലീസ് എമർജൻസി റെസ്പോൺസ് സിസ്റ്റത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് റോട്ടറി അംഗങ്ങളിൽ നിന്ന് ലഭിച്ച മികച്ച ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് ലഭിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ സമീപകാലത്ത് എമർജൻസി റെസ്പോൺസ് സിസ്റ്റം വഴി ചില സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു പുരസ്കാരം. തിരുവനന്തപുരത്തെ റോട്ടറി ക്ലബ് ഓഫ് ടെക്നോപാർക്കിന്റെ പ്രവർത്തനങ്ങളെയും റോട്ടറി പോലീസ് എൻഗേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെയും സംസ്ഥാന പോലീസ് മേധാവി അഭിനന്ദിച്ചു. പോലീസിന്റെ അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും സംശയാസ്പദമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും അതുവഴി കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും കൂടുതൽ ആളുകൾ സിസ്റ്റം ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വ്യാപിപ്പിക്കുന്നതിനും ഈ അവാർഡ് സഹായിക്കുമെന്ന് പോലീസ് മേധാവി പറഞ്ഞു. Rotary Club of Technopark, Trivandrum, appreciating the efforts of the people, faceless people of ERSS is a great thing. ERSS actually, when it was conceptualized, I was that time in Delhi. So I was part of that particular small team which thought that the budgetary provision made by the central government called the Nirbhaya funds should be given, and all the numbers, emergency numbers all over the country should be made into one, just like 911 in US. So we broached up on this 112. Now, though it was a little late in implementation because of some technical problems, administrative problems, it came through. And today, except 2 states, ERSS is there everywhere. We are one of the first states to implement it because we understood the importance.
and the anxiety in the society, the demand of the people to attend to their needs quickly. And what Mohan said is a small part of it. Yes, they are faceless. They stay in a closed room and they guide the vehicles to go to attend to the calls, distress calls. It helps in actually not only preventing crime but also sometimes in investigation and related issues. It has also helped in avoiding traffic accidents, catching of drugs, and this will has to evolve, and our response time should not be more than 7 minutes in the state. That is the benchmark I have put. For that, we have to actually give more number of vehicles, and these ERSS related vehicles are very modern. It has a mobile data terminal and all kind of things there. So this is going to be very important in the days to come. I was actually thinking in one way, because the Rotary, I am associated with the Rotary movement for a very long time, and they are the people who do a lot of work. The ROPE program, as Mohan said, is very important, and during the COVID they did a wonderful work. They helped us with various life-saving materials, and they have given so many things. Similarly, they have done extremely good work in traffic management and traffic enforcement. In fact, every day something new or other coming from the Rotary. Being an international movement, it is very important. I was thinking the other time, because now they have suggested, they have offered a ELCO bus also to be given to us, where the drunken driving can be checked in privacy. That is also an important thing, and probably we will be the first state in the country to have a ELCO bus. Similarly, I was wondering, probably the ERSS, will meet the governors, the 3 district governors very shortly in another function. We will actually broach the subject of even getting a sponsored ERSS vehicle in some places. ഈ അവാർഡ് പൊതുജനങ്ങളിൽ നിന്നുള്ള ദുരിത കോളുകൾക്ക് സഹായിക്കുന്നതിന് രാപ്പകൽ പ്രവർത്തിക്കുന്ന ERSS ടീമിനെ പ്രചോദിപ്പിക്കുമെന്ന് റോട്ടറി ക്ലബ് ഓഫ് ടെക്നോപാർക്ക് പ്രസിഡന്റ് ഹരീഷ് മോഹൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. Respected DGP and State Police Chief Sri Loknath Bera IPS, ADGP Police Headquarters and Nodal Officer for ERSS Sri Manoj Abraham IPS, the officer in charge and team members of the Kerala Police Emergency Response Service System Team ERSS, my fellow colleagues from the Rotary Club of Technopark, officers and staff from Kerala Police and other distinguished guests. My name is Harish Mohan. I am the current president of the Rotary Club of Technopark Trivandrum. Thanks for taking time off your busy schedule to be present in this function. I understand that the officers have more important things to attend, so I promise you that this event will not take more than 10 minutes of your valuable time. It gives me immense pleasure to stand here on the occasion of the 72nd Republic Day of India to honor the Kerala Police Emergency Support System team with the prestigious Rotary Vocational Excellence Award 2020-2021 in the presence of the State Police Chief himself. വളരെയധികം സന്തോഷമുണ്ട്. ഭാരതം 72ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം കേരള പോലീസിൻ്റെ ERSS ടീം അംഗങ്ങൾക്ക് റോട്ടറി ക്ലബ് ഓഫ് ടെക്നോപാർക്കിൻ്റെ ഈ വർഷത്തെ റോട്ടറി വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. റോപ്പ് അഥവാ റോട്ടറി പോലീസ് എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായി കേരള പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മുൻപും ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവാർഡ് ഒരു സാധാരണ അവാർഡല്ല. ERS ടീമിൻ്റെ സേവനം നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ അവാർഡ് നൽകാൻ തീരുമാനിച്ചത്. 2020 ഡിസംബർ 16 രാത്രി 10:45 മണിക്ക് തിരുവനന്തപുരം സിറ്റിയിലെ കുറങ്കോടൻ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന നമ്മുടെ ക്ലബിലെ ഒരു മെമ്പർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ നിന്നും ഒരു നിലവിളി ശബ്ദം കേട്ട് കേരള പോലീസ് എമർജൻസി നമ്പറിലേക്ക് വിളിക്കുകയുണ്ടായി. വെറും 15 മിനിറ്റുകൾക്ക് ഉള്ളിൽ
പോലീസ് ഓഫീസേഴ്സ് അവിടെ എത്തുകയും ലൊക്കേഷൻ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി അവിടെ പരിശോധന നടത്തുകയും ചെയ്യുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രം താമസിച്ചിരുന്ന ആ കെട്ടിടത്തിൽ അന്ന് പക്ഷേ കാര്യമായ ക്രൈമൊന്നും നടന്നില്ല ഭാഗ്യത്തിന്. പക്ഷേ അന്ന് അവിടെ ഒരു ക്രൈം നടന്നിരുന്നെങ്കിൽ അത്ര വേഗം പോലീസ് ഓഫീസർ എത്തിയത് കാരണം ആ ക്രൈം തീർച്ചയായും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു. എമർജൻസി നമ്പറിൽ വിളിച്ച് അതിനുശേഷം രാത്രി 2 ഫോളോ അപ്പ് കോളുകളുണ്ടായി. അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവർ വിവരിച്ചു. പിന്നെ എമർജൻസി സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ സർവീസിൽ തൃപ്തരാണോ എന്ന് ചോദിച്ചു, ഫീഡ്ബാക്ക് ചോദിച്ചു. പിന്നെ വളരെ പ്രൊഫഷണലായ സർവീസാണ് ഞങ്ങൾക്ക് അവിടെ അനുഭവിക്കാൻ കഴിഞ്ഞത്. ERSSൽ വിളിക്കുന്ന ഓരോ കോളിനും അങ്ങനെ നോക്കുമ്പോൾ ഒരു ജീവൻ്റെ വിലയുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ 100 കണക്കിന് ഫോൺ കോളുകൾ കൈകാര്യം ചെയ്യുന്ന ERSS ടീമിന് ഇതൊരു വലിയ സംഭവമായി തോന്നാൻ സാധ്യതയില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾ പലരും ഇന്ത്യക്ക് പുറത്ത് ജീവിച്ചിട്ടുണ്ട്. 911 ഉൾപ്പെടെ പല എമർജൻസി സർവീസസ് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് പറയാൻ കഴിയും, അമേരിക്കൻ 911 എമർജൻസി സർവീസിൽ വിളിച്ചതിലും ബെറ്റർ സർവീസ് എനിക്ക് കിട്ടിയത് കേരള പോലീസ് എമർജൻസി റെസ്പോൺസ് സർവീസിൽ വിളിച്ചപ്പോഴാണ്. റോട്ടറി പോലീസ് ഇടപെടൽ പ്രോഗ്രാമിലൂടെ COVID-19 റിലീഫ്, അപകടം തടയൽ, കുറ്റകൃത്യങ്ങൾ തടയൽ, മറ്റ് നിരവധി സംരംഭങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പ്രൊജക്ടുകൾ റോട്ടറി ഓർഗനൈസേഷൻ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.